നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ തോമസ് മാത്യു. ഞാൻ പാലാ മാർ സിൽവ മെഡിസിറ്റിയിൽ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നീരിനെ കുറിച്ചാണ്. നീരും കിഡ്നി അസുഖങ്ങളും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ശരീരത്തിലുണ്ടാകുന്ന നീര് പല അസുഖങ്ങളുടെയും ലക്ഷണമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒന്നാണ്. അത് ഒന്നുകിൽ കിഡ്നി അസുഖങ്ങളാവാം അതിന്റെ കാരണം, അല്ലെങ്കിൽ ലിവറിനുണ്ടാകുന്ന അസുഖങ്ങൾ നീരിന് കാരണമാകുന്നു. ഹൃദയത്തിന്റെ അസുഖങ്ങൾ നീരിന് കാരണമാകുന്നു. അതുപോലെ തന്നെ തൈറോയിഡ് പ്രശ്നങ്ങൾ മുതലായ ഹോർമോൺ കാര്യങ്ങളും ഈ നീരിന് കാരണമാകാറുണ്ട്. പിന്നെ നമ്മുടെ കാലിൽ ലോക്കലൈസ്ഡ് ആയിട്ടുണ്ടാകുന്ന ചില കാരണങ്ങളും ലിംഫ് ഗ്രന്ഥികളുടെയും ലിംഫ് കുഴലുകളുടെയും രോഗങ്ങൾ കൊണ്ടും നീരുണ്ടാകുന്നതാണ്. അപ്പോൾ നീര് പലതരത്തിലുണ്ട്. നമുക്ക് കാലിൽ മാത്രം ഉണ്ടാകുന്ന നീര്, അല്ലെങ്കിൽ നമ്മുടെ കൺതടത്തിൽ കണ്ണുകൾക്ക് ചുറ്റും ഉണ്ടാകുന്ന നീര്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മൊത്തമായിട്ടുണ്ടാകുന്ന നീര്. അപ്പോൾ അസുഖത്തിന്റെ ഗാംഭീര്യം അനുസരിച്ച്, അസുഖത്തിന്റെ ഗൗരവതരം അനുസരിച്ച് പലതരത്തിലുള്ള നീര് കാണാവുന്നതാണ്. പലപ്പോഴും കിഡ്നി അസുഖങ്ങൾ രണ്ട് തരത്തിൽ നീരുണ്ടാക്കാവുന്നതാണ്. ഒന്ന് പഴക്കം ചേറിയ വളരെ ഗുരുതരമായ കിഡ്നിയുടെ പ്രവർത്തനം കാര്യമായി കുറയുന്ന ഒരവസ്ഥയിൽ ഒന്നുകിൽ അക്യൂട്ട് കിഡ്നി ഡിസീസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പഴക്കം ചെന്ന കിഡ്നി അസുഖം ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ എക്സ്ട്രാ വരുന്ന നമ്മുടെ ശരീരത്തിലുള്ള നീര് പുറത്തോട്ട് തള്ളാൻ കിഡ്നിയുടെ പ്രവർത്തനം കുറയുന്ന ആ ഒരു സാഹചര്യത്തിൽ ശരീരത്തിൽ വെള്ളം അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന നീര്, അത് ഒരു തരം നീരാണ്. കിഡ്നി അസുഖം മൂലം ഉണ്ടാകുന്ന ഒരു തരം നീര്. പിന്നീട് കിഡ്നി അസുഖം നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ ലീക്കേജിന് കാരണമാകുന്ന ചില കിഡ്നി അസുഖങ്ങളുണ്ട്. അങ്ങനെയുള്ള പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് ലീക്ക് ചെയ്ത് പോയി അങ്ങനെ ഉണ്ടാകുന്ന നീരും കിഡ്നി അസുഖങ്ങൾ മൂലം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ രണ്ട് തരം നീരുകൾ കിഡ്നി അസുഖം മൂലം ഉണ്ടാകുന്നതാണ്. പിന്നീട് ഈ നീര് പലപ്പോഴും നമ്മൾ കാണുന്നത്, കിഡ്നി അസുഖങ്ങൾ മൂലം ഉണ്ടാകുന്ന നീര് കാലുകളിലായിരിക്കും ആദ്യമായി കാണപ്പെടുന്നത്. രണ്ട് കാലിലും ഒഴിഞ്ഞു പോകുന്ന തരത്തിലുള്ള നീരാണ് കിഡ്നി അസുഖങ്ങൾ മൂലം പ്രധാനമായും ഉണ്ടാകുന്നത്. പിന്നെ രാവിലെ ഉറക്കമെഴുന്നേൽക്കുമ്പോൾ കണ്ണുകളുടെ താഴെ വരുന്ന നീരും കിഡ്നി അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന നീരാണ്. പിന്നെ കിഡ്നി അസുഖങ്ങൾ അതിന്റെ അവസാനത്തെ സ്റ്റേജുകളിൽ എത്തുമ്പോൾ ആ നീര് ശരീരത്തിന് പൂർണ്ണമായിട്ട് ബാധിച്ച് അനാശാർക്ക എന്ന് പറയുന്നത് ശരീരത്തിൽ മൊത്തം നീര് വരുന്ന ഒരവസ്ഥയിലേക്കും വരാവുന്നതാണ്. പ്രധാനമായിട്ട് ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ കിഡ്നിക്ക് ഉപ്പും വെള്ളവും പുറത്തോട്ട് കളയാൻ പറ്റാതെ വരുന്ന അവസ്ഥ. അതുമൂലമാണ് ഇത്രയും ഗുരുതരമായ നീരുണ്ടാകുന്നത്. നമുക്ക് നീര് വരുമ്പോൾ നമ്മൾ ഈ അസുഖങ്ങളെല്ലാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഡോക്ടറെ കണ്ട് ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് നീര് ഒരു പ്രധാനപ്പെട്ട രോഗലക്ഷണം എന്ന് പറയുന്നത്. അതായത് പ്രധാനപ്പെട്ട നമ്മുടെ അവയവങ്ങളുടെ അസുഖങ്ങൾക്ക് ഒരു സൂചനയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീര്. അപ്പോൾ ഈ നീരുണ്ടാകുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണുക. ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് നമുക്ക് ടെസ്റ്റുകൾ ചെയ്ത് പിന്നെ എന്ത് അസുഖമാണോ ഉണ്ടായിരിക്കുന്നത് ആ അസുഖത്തിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് നീരിനുള്ള പ്രതിവിധി. കിഡ്നി അസുഖമാണെങ്കിൽ നീര് കുറയ്ക്കാനുള്ള ഡയബറ്റിക്സ് പോലുള്ള മെഡിസിൻസ് നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഡയബറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂത്രത്തിലൂടെ എക്സ്ട്രാ നീരും ഉപ്പും കളയുന്ന മരുന്നുകളാണ് ഡയബറ്റിക്സ്. അതെല്ലാം ഉപയോഗിക്കാവുന്നതാണ് നീരിന്റെ ട്രീറ്റ്മെന്റ്. പിന്നെ പ്രധാനമായും നീരിന്റെ ട്രീറ്റ്മെന്റ് ഉൾപ്പെടുന്നത് നമ്മൾ എന്ത് അസുഖം കൊണ്ട് നീരുണ്ടായി എന്ന് കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നീര് പലപ്പോഴും കിഡ്നി രോഗങ്ങൾ വളരെ ഗുരുതരമായ അവസ്ഥയിലാകുമ്പോൾ ഈ നീര് കുറയ്ക്കാൻ ഡയബറ്റിക്സ് കൊണ്ട് പറ്റാതെ വരുന്ന സാഹചര്യങ്ങളിൽ ഡയാലിസിസ് പോലെയുള്ള, അതായത് കിഡ്നിയുടെ പ്രവർത്തനം കുറയുമ്പോൾ സപ്പോർട്ടിന് വേണ്ടി മെഷീൻ കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഡയാലിസിസ് പോലെയുള്ള ട്രീറ്റ്മെന്റ് രീതികൾ നമ്മൾ ഇതിൽ പ്രയോഗിക്കേണ്ടി വരാറുണ്ട്. ഇതാണ് നീരിനെ കുറിച്ച് നമുക്ക് ബ്രീഫായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ.